ഈ സാഹിത്യം അതിനകത്തെ വാസ്തവത്തിൽ ഞാൻ ഇതെപ്പോഴും പറയും, സാഹിത്യത്തിന് സൃഷ്ടിയും മ്യൂസിക്കിന് പാർട്ടിയുമാണ് എൻ്റെ കണക്ക്. ഞാൻ പറഞ്ഞിട്ടുണ്ട് 60% ആണ് ലിറിക്സിന്. ഇങ്ങനെ പറയുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ് ഇപ്പോൾ ഇല്ല. അവർ പറയും 80% അല്ല, ഞാൻ ഇന്ന് പറഞ്ഞതല്ല, അത് ഒരുപാട് ദിവസം മുമ്പേ പറഞ്ഞത്. എന്ന് വെച്ചാൽ എൻ്റെ ഒന്ന് ചോദിച്ചു. കാരണം ഈ പാട്ടിനകത്ത് നമ്മളൊരു മ്യൂസിക്കിൽ ഒരെണ്ണം വന്ന് കാണുമ്പോൾ അതിൻ്റെ ഭാവനയെ, അത് ആ ഭാവന ഉണ്ടെങ്കിലേ ഈ സാധനം നിന്നാവുള്ളൂ. ശരിയാ. ആകാശി കൂടെ ചന്ദ്രൻ പോയി മറ്റേ ഇതിൻ്റെ കൂടെ വള്ളം പോയി എന്ന് പറഞ്ഞ് അതിനകത്ത് വല്ലതും കിട്ടുമോ? നമുക്ക് കിട്ടുമോ? കിട്ടില്ല. എത്ര സമുദ്രം ചാർത്തി ഇത്രയും നിന്റെ കണ്ണിൽ നിന്ന് ചോദിക്കുമ്പോഴാണ് എനിക്ക് വരുള്ളൂ. അതുപോലെ ഇപ്പോൾ ഒന്നുമില്ല. ശ്രാന്തമമ്പരം മഹാകവിജിയുടെ കവിതയാണ്. കവിത അത് വാസ്തവത്തിൽ എനിക്ക് സംസ്കൃതം വലിയ നിശ്ചയമില്ല. പക്ഷേ അഭയത്തിൻ്റെ അത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നി അതിനകത്ത് എന്തോ ഉള്ളൊരു ഒരു ഒരു നമ്മളല്ലാണ്ടൊരു ഒരു ഒരു ഫാറം എൻ്റെ മനസ്സിൽ തോന്നിയതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ശ്രാന്തമമ്പരം നിദാഘോഷ്മള സ്വപ്നാക്രാന്തം താന്തമാരബ്ധക്ലേശ രോമന്ധം മമ സ്വാന്തം ദൃപ്തസാഗര ഭവദ്രൂപദർശനാൽ അർദ്ധസുപ്തമെന്നാത്മാവാന്തർലോചനം തുറക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നീ അപാരതയുടെ നീലഗംഭീരോധ രക്ഷായ നിന്നാശ്ലേഷത്താൽ എന്നൊക്കെ പറഞ്ഞു. എൻ മനം ജൃംഭിക്കുന്നു, എൻ മനം ജൃംഭിക്കുന്നു ശ്രാന്തമമ്പരം. സാഗരഗീതം എന്നുള്ള മഹാകവിജിയുടെ കവിതയാണ്. സാഗരഗീതം ഇത് പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് ഈ സമുദ്രത്തിൻ്റെ അതിൻ്റെ സാഗരഗീതം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിനകത്ത് വന്ന സാധനമാണ് സമുദ്രത്തിൻ്റെ വ്യാപ്തി വന്നു. എനിക്ക് സമുദ്രം ഈ സാഗരഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഫിറ്റ് അങ്ങനെ കിട്ടിയതാണ്. അത് അതിൽ എല്ലാവരും എഴുതിയിട്ടുണ്ടല്ലേ? അത് മഹാകവി മുതൽ ഞാൻ വരെ ഉണ്ട്. ഏറ്റവും കൂടുതൽ എൻ്റെ പേര് അതിലൊരു സാർ എഴുതിയ പാട്ട് ഏതായിരുന്നു? അത് സ്വാമി തന്നെ പാടിയ അതൊരു ഞാൻ തന്നെ ഇത് എൻ്റെ ഒരു 12 വരി കവിത. താരത്തിലും തരിവിലും താരിലും പുലരി വിരിയുന്ന നേരം അടരും മഞ്ഞുതുള്ളിയിലും ഈടുറ്റ പാറയിലും ഇടറുന്ന തെന്നലിലും ഒഴുകുന്ന ചൂർണിയിലും അവരും പരമ്പൊരുളെ എന്ന് പറഞ്ഞ പ്രാർത്ഥനയാണ്. ഏർലി മോർണിംഗ് ഭൂപാളത്തിൽ സ്വാമി തന്നെ പാടിയിരിക്കും. അല്ല, ഞാൻ പറയണത് ഇത്രയും ഗംഭീര എന്തൊരു ഘനമാണെന്നറിയാം ആ സാഹിത്യത്തിന്. അതെ. പക്ഷേ അതും സംഭവമൊക്കെ ഉണ്ടായതിന് ഇറങ്ങിയാലെ വെച്ചാണ്. ഒരു കല്യാണത്തിനുമായപ്പോൾ എല്ലാവരും അവിടെ അദ്ദേഹം വന്നിട്ടുണ്ട്, ശങ്കർ പ്രസാദ് വന്നിട്ടുണ്ട്, നമ്മുടെ ബോബാജി ഉണ്ടായിരുന്നു, നാസറും ചങ്ങനായ പണിക്കരുടെ ബ്രദർ. അപ്പോൾ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞില്ലേ ദക്ഷിണാമൂർത്തി അങ്ങയുടെ ആ അവാർഡ് ഉണ്ടല്ലോ, അത് കിട്ടിയ സംഗീതം അങ്ങനെ ഒട്ടനെ പറഞ്ഞു. പഞ്ഞു പോലെ ആക്കി ഈ കഠിന പറഞ്ഞേ ഈ കഠിന പദങ്ങൾ പഞ്ഞു പോലാക്കി കളഞ്ഞു പാട്ടുമുണ്ട്. അല്ല, അത് കേട്ട് കഴിഞ്ഞാൽ അത്ര കണ്ട് അതായത് അതിനകത്ത് വെയിറ്റ് ചെയ്യേ തോന്നുന്നില്ല. പക്ഷേ ഇത് നമ്മളൊരിപ്പോൾ ശ്രാന്തമമ്പരം നിദാഘോഷ്മള സ്വപ്നാക്രാന്തം താന്തമാലബ്ധക്ലേശരോമന്തം മമസ്വാന്തം ഇതൊക്കെയല്ലേ നമ്മൾ പറയുള്ളൂ. ഈ ടൈപ്പിലല്ലേ പറയുള്ളൂ. അങ്ങനെ അത് അതിൻ്റെ മ്യൂസിക്കിലൂടെ പറഞ്ഞാൽ ശ്രാന്തമമ്പരം നിദാഘോഷ്മള സ്വപ്നാക്രാന്തം എന്നൊക്കെ പറഞ്ഞാൽ പൊളിഞ്ഞു പോയി. അത് ഈ പറയുമ്പോൾ നമ്മളതിൻ്റെ ഒരു സൈസായിട്ട് സ്വാമി പറഞ്ഞത് വർത്താനം പറയും പോലെ ആക്കി എടുക്കുക എന്ന് പറഞ്ഞത്. വർത്താനം പറയുന്നത് വെച്ചാൽ അതിൻ്റെ ആ ഭാവനയെല്ലാം അതിപ്പോൾ ഈ സാഗരത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടായി എനിക്ക് അത്രത്തോളം അതിൻ്റെ അത്ര അങ്ങനെ ആയത് ഞാൻ.
അതിൽ ഭാസ്കര മാഷ് ഒരു പാട്ട് എഴുതിയിട്ടില്ലേ? ഉണ്ടുണ്ട് ജാനകിയമ്മ പാടിയ ഉണ്ടുണ്ട്. രാവ് പോയത് രാവ് പോയ അറിയാതെ അതെ രാഗലോലയായി പാവം ഒരു പാതിരാപ്പൂ എന്തെന്നാ അത് ഒന്നുമില്ല ഇതിനകത്ത്. രാവ് പോയതറിയാതെ എന്തെന്നാ അതാണ് ഞാൻ പറഞ്ഞേ. രാഗമൂകയായി ഒന്നുമില്ല ഇതിനകത്ത്, ചുമ്മാ നമ്മൾ പറയുന്ന പോലെ പറയുന്നത്. പാവമൊരു പാതിരാപ്പൂ വാനിടത്തിൽ വീണു പാരിടത്തിൽ പാരിടത്തിൽ വന്നു എന്നാണ്. വന്നു പാരിടത്തിൽ വന്നു, ഭൂമിയിൽ വന്നു. രാവ് പോയതറിയാതെ രാവ് പോയതറിയാതെ ഇങ്ങോട്ടും അങ്ങോട്ടുമായിട്ട് ഉള്ള പ്ലാനാണ് എൻ്റെ. അതിൽ സുഗത ചേച്ചിയുടെ കവിതയുണ്ട്, പാവം മാനവഹൃദയം. അതിൻ്റെ കവിത കണ്ടോ? പാവം മാനവഹൃദയം. അതാ ഇതിൻ്റെ നമ്മൾ പറയില്ലേ, അയ്യോ പാവം നമ്മളുടെ ആ ഫാറും ആ ബാഡിലെ ആ ഇതിൻ്റെ ആക്ഷനും ഇതെല്ലാം സാറ് നോക്കുള്ളൂ. അത് കാണും അതിനകത്ത്. എന്നുവെച്ചാൽ ഇറ്റ്സ് ഓൺലി സ്പീക്കിംഗ് ത്രൂ മ്യൂസിക് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ഇത് തന്നെ എടുത്താൽ മതി അല്ലേ? ഓരോരുത്തർ എഴുതിയ പാട്ടുകൾ ഓരോരുത്തർക്ക് ഒരാൾ ട്യൂൺ ചെയ്തപ്പോഴുള്ള വ്യത്യാസങ്ങൾ കണ്ടല്ലേ? ശരിക്കും അതാണ് സാഹിത്യത്തിൻ്റെ കാര്യം തന്നെ പറയുന്നത്. ഈ പാട്ടുകൾ ഇത്രയും ഒക്കെ ജനഹൃദയങ്ങളിലേക്ക് അങ്ങ് നിൽക്കാൻ ദാസേട്ടനും നല്ലൊരു പങ്ക് വഹിച്ചിട്ട്. തീർച്ചയായിട്ടും, സംശയം എന്താ? അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്ലാസിക്കൽ ശൈലി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നാദവുമായിട്ട് ലയിച്ച് ചേരുമ്പോഴുള്ള ഒരു വളരെ ഉദാത്തമായി മാറും. അല്ല അതിൽ പങ്കെന്ന് പറയാനൊന്നുമില്ല, അത് പുള്ളി തന്നെ പറയും. ഞാൻ അന്ന് വന്നവണ്ണം തന്നെ പറയില്ല. പറഞ്ഞു